ശശി തരൂറിന് പ്രവർത്തന രംഗത്തുള്ള പരിചയം എന്ന് പറയാവുന്നത് വളരെ വളരെ പരിമിതമാണ്. ബുദ്ധിയുണ്ട്, അദ്ദേഹത്തിന് കഴിവുണ്ട്. ബുദ്ധിയും കഴിവും കൊണ്ടൊരു പാർട്ടി ഭരിക്കാൻ കഴിയില്ല. പാർട്ടി ഭരിക്കണമെങ്കിൽ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചിട്ടുള്ള തഴക്കവും പഴക്കവും അനിവാര്യമാണ്. അത് വയസ്സ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഏജ് അല്ല പ്രശ്നം. പരിചയ സമ്പന്നതയാണ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഏറ്റവും വലിയ കൈമുതൽ. പ്രായമുണ്ടെങ്കിലും ആരോഗ്യമുള്ള ഒരാൾക്ക് പാർട്ടി പ്രവർത്തനം നടത്താൻ ഒരു പ്രയാസമില്ല. അതുകൊണ്ട് ഞാൻ അതിനെ ന്യായീകരിക്കുകയല്ല. ഇപ്പോൾ ശശി തരൂർ പാർട്ടിയിലകത്ത് ഏത് പൊസിഷനിൽ വരുന്നതിനും വ്യക്തിപരമായി ഞാൻ സ്വാഗതം ചെയ്യുന്നൊരുത്തനാണ്. ഞാൻ അദ്ദേഹത്തോട് തന്നെ പലപ്പോഴും പറയാറുണ്ട്, ഈ പല രംഗത്തും അദ്ദേഹത്തിന് പാർട്ടിയെ സഹായിക്കാൻ സാധിക്കുന്ന രംഗങ്ങളുണ്ട്. ആ രംഗത്തോട്ട് കടക്കണമെന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട് പരസ്പരം. എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമാണ്, സ്നേഹമാണ്, അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ എനിക്ക് എൻ്റേതായൊരു നയമുണ്ട് പാർട്ടിക്കകത്ത്. തരൂരിന്റെ കേസിലേക്ക് വന്നാൽ അദ്ദേഹത്തെ അല്പമെങ്കിലും പബ്ലിക്കായിട്ട് സപ്പോർട്ട് ചെയ്ത ഏക വ്യക്തി താങ്കളാണ്. ബാക്കിയുള്ളവർക്ക് പേടിയാണോ തരൂർ? അദ്ദേഹം വന്നാൽ അവർക്ക് അപ്രസക്തമായി ആർക്കും പാർട്ടിക്കകത്ത് ആർക്കും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഒരു പാർട്ടിക്കകത്ത് ആ ഒരു പാർട്ടിയെ നയിക്കാനുള്ള കഴിവാണ് നമ്മളെ മാനദണ്ഡം. ശശി തരൂറിനെ സംബന്ധിച്ച് നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തിന് നല്ല അറിവുണ്ട്. പക്ഷേ പാർട്ടിയുടെ സംഘടനാ രംഗത്ത് ശശി തരൂറിന് അത്രയൊന്നും പാരമ്പര്യമോ പ്രജിയോ ഇല്ല. അത് മനസ്സിലാക്കണം. ഇപ്പം ഞങ്ങളൊക്കെ KPC പ്രസിഡൻ്റ് ആവുന്നതിന് മുമ്പ് മണ്ഡലം തലത്തു നിന്ന് വളർന്നാണ് ഞാനൊക്കെ KPC പ്രസിഡൻ്റ് ആവുന്നത്. ഒട്ടുമിക്ക നേതാക്കന്മാരുടെയും രാഷ്ട്രീയ ചരിത്രം അങ്ങനെയാണ്. പരിചയസമ്പന്നത എന്ന് പറയുന്നത് പാർട്ടിക്ക് ഏറ്റവും അനിവാര്യമാണ്. പ്രത്യേകിച്ചും ഒരു അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ വലിപ്പവും വലിമയും അതിൻ്റെ അകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഉത്തരവാദിത്വങ്ങളൊക്കെ വളരെ വലുതുണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടി, അതും പ്രത്യേകിച്ചിട്ടും ഇത്രയും വലിയ പ്രതികൂല രാഷ്ട്രീയ സാഹചര്യത്തിൽ നീന്തി തുടിക്കുന്ന ഒരു പാർട്ടി. ആ പാർട്ടി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്രവർത്തന പരിചയം നിശ്ചയമായും അനിവാര്യമാണ്. അത് അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസും ഇത്രയും ഒരു നല്ല പ്രൊഫൈലും ഇതേപോലെ യൂത്തിനെ ഏറ്റവും കണക്ട് ചെയ്യുന്ന ഒരു നേതാവ് കൂടിയാണ് ശശി തരൂർ. അയാളെക്കാളും ഈ ക്വാളിറ്റീസ് എല്ലാം 80 വയസ്സായ ഖാർഗെക്ക് ഉണ്ടെന്നാണ്. അല്ല, ഖാർഗെ ചെറുപ്പത്തിലെ പാർട്ടിൻ്റെ അകത്ത് കടന്നു വന്ന് വളർന്ന ആളുകളാണ്, സംഘടനാ രംഗത്തൂടെ വളർന്നു വന്ന ആളാണ് അയാൾ. ശശി തരൂറിന് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അദ്ദേഹം മറ്റൊരു ഫീൽഡിൽ നിന്ന് പാർട്ടിയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നയാളാണ്. അപ്പോൾ അദ്ദേഹം അത് പഠിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് ആവശ്യമായിരുന്നില്ല അന്ന്. അദ്ദേഹം കഴിവും പ്രാപ്തിയുമുള്ള നല്ല ഒരു ബുദ്ധിയൊക്കെയുള്ള നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം, തർക്കമൊന്നുമില്ല കാര്യത്തിൽ. പക്ഷേ അത് രാഷ്ട്രീയത്തിൽ അതല്ല ആവശ്യം. രാഷ്ട്രീയത്തിൽ നമുക്കിപ്പോൾ ആവശ്യം പരിചയസമ്പന്നതയാണ്. നമ്മളത് പറയുമ്പോൾ തന്നെ ഒരു മിസ്മാച്ച് ഇല്ല. അതായത് ഖാർഗെയുടെ കാര്യം താങ്കൾ പറഞ്ഞു, രാഹുൽ ഗാന്ധി പ്രസിഡന്റ് ആകുന്ന സമയത്തും രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ഒരുപാട് പരിചയമൊന്നും ഇല്ലായിരുന്നു. താഴെത്തട്ടിൽ പ്രവർത്തിച്ചു വന്ന ആളല്ല. രാഹുൽ ഗാന്ധിക്ക് ഉള്ള അതേ പരിചയം തരൂറിനും ഇല്ലേ? പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പം അത് വേണ്ട എന്ന് പറയുന്നുണ്ട്. തിരിച്ചറിവിൻ്റെ ഫലമാണ്. പരിചയസമ്പന്നത ഇല്ലാത്തത് കൊണ്ടുണ്ടായ അപകടം എന്ത് എന്നുള്ള പഠനത്തിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. ഞാൻ ഇപ്പോൾ ആവുന്നില്ല എന്നേ പറയുന്നുള്ളൂ. അദ്ദേഹം ആവുന്നില്ല എന്ന് പറയുന്നില്ല. ഞാൻ ഇപ്പോഴില്ല അതേ അദ്ദേഹം പറയുന്നുള്ളൂ. അതൊരു അനുഭവ സമ്പത്തിൻ്റെ പശ്ചാത്തലത്തിലാവാം എന്ന് ഞാൻ കരുതുന്നു. പറഞ്ഞു മനസ്സിലായില്ലേ? രാഹുൽ ഗാന്ധി ഫെയിലിയർ ആയിരുന്നു എന്നൊന്നും ഞാൻ പറയില്ല. അങ്ങനെയൊന്നും പറയാനും പറ്റില്ല. കാരണം വെച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അകത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ അസ്തിത്വം എന്ന് പറയുന്നത് ഈ ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യം നേടുന്നത് മുതൽ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷവും ഈ രാജ്യത്തിൻ്റെ വികസനവും ഈ രാജ്യത്തിന് വേണ്ടുന്ന എല്ലാ നടപടിക്രമങ്ങളും ജനഹിതമനുസരിച്ച് പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളതിനെ വിലയിരുത്തുന്നത്. ഇന്നിപ്പം നമുക്ക് കോൺഗ്രസ്സിന് ആ സ്ഥാനത്തില്ല. ഇന്നിപ്പം ഇവിടെ വർഗീയ ഫാസിസം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന, പണം കൊണ്ട് ജനാധിപത്യത്തെ വിലക്കെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അധീശത്വത്തിലാണ് ഇന്ന് ഇന്ത്യ. അതിനോട് ഫൈറ്റ് ചെയ്യണം, അതിനെ എതിർക്കാൻ സാധിക്കണമെങ്കിൽ സാമാന്യം കഴിവുള്ള ഒരാളുകൾക്കൊന്നും സാധിക്കില്ല. അതിൻ്റെ ഒരു തിരിച്ചറിവാണ് രാഹുൽ ഗാന്ധിയുടെ. രാഹുൽ ഗാന്ധി എക്സ്പീരിയൻസ്ഡ് ആവാൻ നോക്കുകയാണ്. ഇപ്പോൾ ഈ ഭാരത് ജോഡോ പരിപാടി എന്താണ്? അദ്ദേഹം ഒരു എക്സ്പീരിയൻസ്ഡ് പൊളിറ്റീഷ്യൻ ആവാനുള്ള തുടക്കമാണത്.
പണ്ട് ആദ്യം മഹാത്മാഗാന്ധി ഇന്ത്യയിൽ വന്നപ്പാട് ഈ ഗ്രാമങ്ങൾ ചുറ്റുക ചെയ്തത്. ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളും ചുറ്റി എല്ലാ ഗ്രാമത്തിലെയും ജനങ്ങളെ കണ്ട് അഭിമുഖം നടത്തി സംഭാഷണം നടത്തിയിട്ടാണ് അയാൾ ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്തിയതെന്ന് ഗാന്ധി പറയുന്നുണ്ട്. അതുതന്നെയാണ് രാഹുൽ ഗാന്ധിയും ചെയ്യുന്നത്. ഇവിടെയുള്ള എല്ലാ വിഭാഗത്തിലെ ആളുകളുമായി സംസർഗം പുലർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ യാത്ര അഭൂതപൂർവമായ വിജയമാണത്. ആർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണ്. രാഹുൽ ഗാന്ധിയെ 2 കൈനീട്ടി സ്വീകരിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾ തയ്യാറാണ് എന്നതിൻ്റെ തെളിവായിട്ടാണ് ഞങ്ങൾ ഈ ഭാരത് ജോഡോനെ ഞങ്ങൾ കാണുന്നത്. ഒരുപാട് റാലി ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് റാലിയിൽ നമ്മൾ അണിചേർന്നിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഈ റാലി എന്ന് പറയുന്നത് വെറും ഈ ജാഥാംഗങ്ങൾ മാത്രമല്ല, റോഡിൻ്റെ 2 ഭാഗത്തും ജാഥയാണ്. കാണാൻ നിൽക്കുന്നവർ കേവലം ഒരു നിഷ്ക്രിയരായ കാഴ്ചക്കാരല്ല. ഈ വന്നു നിൽക്കുന്ന പ്രായമുള്ള സ്ത്രീകൾ, പ്രായമുള്ള മുസ്ലിം സ്ത്രീകൾ വരെ രാഹുൽജി എന്ന് വിളിച്ച് മുദ്രാവാക്യം വിളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ കുളിരുകയാണ്. നമുക്ക് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകൾ പോലും കുട്ടികൾ പോലും റോഡ് നീളെ നിന്ന് അവർ രാഹുൽ ഗാന്ധിക്ക് സിന്ദാബാദ് വിളിക്കുന്നത് കാണുമ്പോൾ രാജ്യത്ത് വരുന്നൊരു മാറ്റത്തെ നമ്മൾ വിലയിരുത്തുകയാണ്. നിങ്ങൾ ചെറുതാണെന്ന് കരുതേണ്ട ഇത്. ഞാൻ ആദ്യം ധരിച്ചത് കേരളത്തിൽ ഇതുണ്ടാവുന്ന, കാരണം കേരളത്തിൽ നിങ്ങൾ വളരെ സുസംഘടിതമായി ഇത് സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ കർണാടക അത് തന്നെ നിൽക്കുന്നു, അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോവുക. കർണാടകയിൽ ഇന്നലെ നടന്ന റാലി എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന റാലിയാണ്. എങ്ങനെ നമുക്കറിയാലോ, നമ്മുടെ പ്രദേശവും കർണാടകയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞങ്ങളത് ഒരു ചെയിൻ ഓഫ് ബസാറാണ് കേരളം. അതിൻ്റെ പരിസരത്തെല്ലാം വീടുകളുമാണ്. അപ്പോൾ ജനസാന്ദ്രത ഇല്ലാത്തൊരു പ്രദേശം നമുക്ക് റോഡുകളിൽ ഏടിയുമില്ല. എല്ലാവരും കർണാടക അതല്ല. കർണാടകയിൽ ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലം, വിജനമായ മൈതാനം പോലെ ഒരു സ്ഥലം. എന്നിട്ട് പോലും ജനങ്ങൾ അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു വലിയ സന്ദേശം ഇന്ത്യ രാജ്യത്തെ ജനങ്ങളത് നെഞ്ചിലേറ്റി എന്നതിൻ്റെ തെളിവായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, കാശ്മീരിലെ പര്യടനം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ രാഹുൽ ഗാന്ധി ഒരു പുതിയ രാഹുൽ ഗാന്ധി ആയിരിക്കും. ഒരു തർക്കമില്ല. അനുഭവം അദ്ദേഹത്തെ ഒരുപാട് മോൾഡ് ചെയ്യുന്നുണ്ട്. നന്നായി പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഏത് വിഷയം കിട്ടിയാലും പഠിക്കാൻ ശ്രമിക്കും. അതിന് ഒരു തരത്തിലും അദ്ദേഹത്തിൻ്റെ അങ്ങോട്ട് പരസ്പരം ചോദിച്ചറിയാൻ ഒരു മടിയില്ലാത്ത ഒരാളാണ്. ആരോടും ചോദിക്കും അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറോട് വരെ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ അതിൻ്റെ പേര്? ഡ്രൈവറുടെ പേരെന്താ? അദ്ദേഹത്തോടെല്ലാം ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സംശയങ്ങൾ ചോദിക്കും പുള്ളി, ആരോടും ചോദിക്കും. അപ്പോൾ ആ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് എന്തും അറിയാനുള്ളൊരു ആകാംക്ഷയാണ്, എന്തും അറിയാനുള്ളൊരു ഉത്കണ്ഠയാണ്. ആ ഉത്കണ്ഠ ഒരു നല്ല നേതാവിൻ്റെ നല്ല ലക്ഷണം. ഇന്ത്യ രാജ്യത്ത് വിജയിച്ച എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ആ ഗുണഗണങ്ങൾ ഉണ്ടായിരുന്നു. നെഹ്റുവൊക്കെ അത് തന്നെയായിരുന്നു. ഇതുതന്നെയായിരുന്നു നെഹ്റുവിൻ്റെയും കാഴ്ചപ്പാട്. നെഹ്റു എല്ലാ സ്ഥലത്തും എല്ലാ ഗ്രാമങ്ങളിലും പോയ സാധാരണക്കാരായ ആളുകളെ കാണുകയും മെങ്കിളുകയും ചെയ്യുന്ന പതിവുണ്ട്. ഗാന്ധിജി പോയത് നമുക്കറിയാലോ. ഏതൊക്കെ ഗ്രാമത്തിൽ പോയി, ഏതൊക്കെ അമ്പലത്തിൽ പോയി, ഏതൊക്കെ പള്ളിയിൽ പോയി, ഏതൊക്കെ ആശ്രമത്തിൽ പോയി, അവിടെയെല്ലാം പോയി എല്ലാം കണ്ടും അറിഞ്ഞും അനുഭവിച്ചുമാണ് ഗാന്ധിജിയായത്. അപ്പോൾ ഒരു പരിവർത്തനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഏത് ദിശയിലും കടന്നു വരാം, മനസ്സുണ്ടെങ്കിൽ. അതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. ഞങ്ങൾക്ക് ഏറെ വലിയ പ്രതീക്ഷ രാഹുൽ ഗാന്ധിയിൽ ഞങ്ങൾക്കുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഒരു കാശ്മീർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഇന്ത്യ രാജ്യത്ത് ഇപ്പം പാർലമെൻറ്റ് ഇലക്ഷൻ്റെയൊക്കെ കൊടി ഉയരാൻ പോവുകയാണ്. ഒരു കാര്യം ഞങ്ങൾക്കറിയാം, BJP ഇവിടെ ശക്തമെന്നല്ല, ജനങ്ങളുടെ ശക്തിയേക്കാളേറെ സാമ്പത്തിക കരുത്തും അധികാരത്തിൻ്റെ കരുത്തും കൊണ്ട് സമ്പന്നമാണ്. എല്ലാ സംവിധാനങ്ങളും പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇന്ത്യ ഗവൺമെൻറ്. കോടതികളെയും അതുപോലുള്ള ഇൻഡിപെൻഡൻ്റായ എല്ലാ കമ്മിറ്റി, എല്ലാ ഫോറങ്ങളെയും അവർ ഉപയോഗിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയാണ്. EDനെ ഉപയോഗിക്കുന്നതിന് നമ്മുടെ ശിവകുമാർ ഇവിടെ റാലി സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്യാൻ വന്നു. ED എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമുള്ള ഒരു ഭരണകൂടം, മനുഷ്യത്വമുള്ള ഒരു സർക്കാർ ഇത് ചെയ്യോ? അത്രമാത്രം ഒരു മനുഷ്യത്വമില്ലാത്ത, മനുഷ്യത്വരഹിതമായി പെരുമാറുന്ന, എന്തും ചെയ്യാൻ, അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ, എന്ത് വൃത്തികേടും കാണിക്കാൻ മനസാക്ഷി കുത്തില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യ ഭരിക്കുന്നത്. അത് ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ ആ ജനവികാരത്തിന് നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസിന് സാധിക്കും. ദേശീയ തലത്തിലെ BJPയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ദേശീയ തലത്തിൽ കോൺഗ്രസിനെ വൻതോതിൽ വിലക്ക് വാങ്ങുന്നുള്ളൊരു ആരോപണം തന്നെയാണ്. വിലക്ക് വാങ്ങുകയാണ്. ഇവിടുത്തെ നേതാക്കന്മാർ പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ വാതിലുകൾ പ്രമുഖ നേതാക്കന്മാരെ തുറന്നിട്ടിരിക്കുകയാണെന്ന് പറയുന്നത്. ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെയുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഈ ഒരു പർച്ചേസ് എന്ന് പറയുന്നത് നടക്കാൻ പർച്ചേസ് ഒക്കെ നടക്കും. അവർ ചെയ്യും, അവർ പരമാവധി പർച്ചേസ് ചെയ്യും. പക്ഷേ അതിനെ പരമാവധി ബ്ലോക്ക് ചെയ്യാനുള്ള നടപടികൾ ഞങ്ങളും ആലോചിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു ആൽപരക്ഷ വേണ്ടേ? അപ്പോൾ ഒരു ആൽപരക്ഷക്കെങ്കിലും ഞങ്ങളും ചെയ്യണമല്ലോ. ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ആ വിഷയം. എങ്ങനെ നമ്മളതിനെ റെസിസ്റ്റ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് സീരിയസ് ചർച്ച ഇറ്റ് ഈസ് ഗോയിങ് ദർ. സാർ തന്നെ
പറഞ്ഞു കേരളം അല്ല കോൺഗ്രസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെ പോകുന്ന ഒരു സമയമാണിത്. ആ സമയത്താണ് തരൂരിനെ പോലെ ഒരാളെയും ഖാർഗെ പോലെ ഒരാളെയാണ് നമ്മുടെ മുന്നിലുള്ള രണ്ട് ചോയ്സസ്. അതിൽ ഏറ്റവും യൂത്തിനോട് ഏറ്റവും കണക്ട് ആണ് ശശി തരൂർ ആണോ ഒരു ബെറ്റർ ചോയ്സ്, അതോ ഗാന്ധി ഫാമിലിയോട് ലോയൽറ്റി എന്നുള്ളത് മാത്രം ലോയൽറ്റി ഖാർഗെയാണോ ബെറ്റർ? അത് തെറ്റാണ്. നിങ്ങൾ രാഹുൽ ഗാന്ധി അല്ല, സോറി, ശശി തരൂർ പിന്നെ കോൺഗ്രസ് കുടുംബത്തോടല്ല ഗാന്ധി കുടുംബത്തോടും നല്ല ആഭിമുഖ്യവും അടുപ്പമുണ്ട്. പഴയതുപോലെ ഒന്നുമല്ല, നല്ല ബന്ധമുണ്ട്, നല്ല ബന്ധമാണ്, ഒരു ബന്ധത്തിനും കുറവില്ല. അതൊന്നും അല്ല ഇതിനകത്ത് മാനദണ്ഡം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പരിചയസമ്പന്നതയാണ് പ്രധാനം. രാഷ്ട്രീയ രംഗത്ത് വരുന്ന ഇതുപോലെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന് പറയുന്ന പദവിയിലേക്ക് എത്തുമ്പോൾ സംഘടനാ രംഗത്ത് വളർന്നു വന്ന ഒരാളുകൾക്ക് ഒരു പാർട്ടിയുടെ സംഘടന കൈകാര്യം ചെയ്യാൻ സാധിക്കൂ. നമ്മൾ ഏതെങ്കിലും അക്കാഡമിക് നോളജ് കൊണ്ട് ഒരു പാർട്ടിനെ ഭരിക്കാൻ കഴിയില്ല, ഒരു പാർട്ടിക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കില്ല, പാർട്ടി പ്രവർത്തകരുടെ സൈക്കോളജിക്കലായി പാർട്ടി പ്രവർത്തകന്മാരെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് ചെയ്യാൻ സാധിക്കണമെങ്കിൽ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ശൈലിയിൽ അത് നടത്തി വളർന്നു വന്ന ഒരാൾക്കേ സാധിക്കുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ ഒരു മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും ആവാണ്ട് KPC പ്രസിഡന്റായി ഞാനിവിടെ വന്നിരുന്നാൽ എനിക്ക് ഈ പാർട്ടി കൊണ്ടുപോകാൻ സാധിക്കില്ല. ഐ എം ഷുവർ. എനിക്ക് സാധിക്കുന്നത്, ഞാൻ താഴെത്തട്ടിലെ എല്ലാ പോസ്റ്റിലും ഞാൻ ഇരുന്ന് വളർന്നു വന്ന ആളാണ്. ഞാൻ സംഘടനാ ഇലക്ഷനിൽ ഞാൻ അന്നത്തെ കരുണാകരനെയും ആൻ്റണിൻ്റെയും ജോയിൻറ്റ് ഫോഴ്സിനെ തോപ്പിച്ചിട്ട് DC പ്രസിഡന്റ് ആയ ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് സംഘടനാ രംഗത്ത് പ്രവർത്തന പരിചയമുണ്ട്. ആ പരിചയമാണ് എന്നെ ഇവിടെ ഇരുത്താൻ സഹായിക്കുന്നതും ഇപ്പോൾ ഇതുപോലെ പ്രവർത്തിക്കാൻ സഹായിക്കുന്നതും. നിശ്ചയമായി ഞാൻ സൂചിപ്പിച്ചിരുന്നു. അടുത്ത തവണ നമുക്കിത് മറ്റൊന്ന് ആലോചിക്കാം, നിങ്ങളിപ്പം മറ്റു സാധനങ്ങൾ എടുക്കണം, അത് ഞങ്ങളതൊക്കെ അതിന് ഒരുപടി സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നൊക്കെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു അഭിപ്രായ സ്ഥിരതയുള്ളവനാണ്. എന്ത് പറഞ്ഞാലും അദ്ദേഹം ഒരു തീരുമാനം എടുത്താൽ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിന് അത് ശരിയല്ല എന്ന് തോന്നുന്നത് വരെ ആൾ തിരുത്തില്ല. ശശിയുടെ ഒരു പൊതു നേച്ചറാണത്. അതൊരു ക്വാളിറ്റിയാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല, ക്വാളിറ്റിയാണ്, ഐ അഡ്മിറ്റ് ഇറ്റ്. പക്ഷേ ഇവിടെ ഇപ്പോൾ അത് പ്രായോഗിക പദത്തിലേക്ക് വരില്ല. അതാണ് എൻ്റെ പ്രശ്നം. ഇവിടെ വരുന്ന വിഷയം എന്ന് പറയുന്നത് പ്രായോഗിക പദത്തിൽ അദ്ദേഹത്തിന് അത് കൊണ്ടുപോകാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പം തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ മുൻപിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പുതിയൊരു ട്രെയിനി ഒരു ഫാക്ടറി വന്ന് ഏറ്റെടുത്താലുണ്ടാകാവുന്ന ഒരു അപകടം നമുക്ക് കണക്കൂട്ടിയാൽ പോരെ? സംഘടനാ രംഗത്ത് അദ്ദേഹം ട്രെയിനിയാണ്. അദ്ദേഹം അറിവുള്ള ആളാണ്. അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിവും പ്രാപ്തിയുണ്ട്. ഇതിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷേ സംഘടനാ രംഗത്ത് അദ്ദേഹം വലിയ സ്ഥാനങ്ങളിലൊന്നും എവിടെയും ഇരുന്നിട്ടില്ലല്ലോ. അദ്ദേഹം ഒരു ബൂത്തിൽ പോലും അദ്ദേഹം പ്രസിഡന്റായിരിക്കേണ്ടി വന്നിട്ടില്ല, ഇരിക്കാൻ സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും സംഘടനാ രംഗത്തെ പ്രവർത്തനത്തിൻ്റെ പോരായ്മ പാർട്ടിക്കൊരു ക്ഷീണമുണ്ടാക്കുന്നത് ഗുണകരമല്ല എന്നതുകൊണ്ടാണ് ഖാർഗെയുടെ പേര് വന്നിട്ടുണ്ടാവുക.